പാലക്കാട് ലുലു മാൾ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഗൈസ് ലുലു മാളിൽ വരുന്നത്. ഞാനിവിടെ കുറച്ചുകൂടി വലിയൊരു മാളാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അവിടെ ചെന്നപ്പോൾ എറണാകുളത്തുള്ള ലുലു മാളിന്റെ പാതി ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ഒരു ഡൗട്ടാണ് കേട്ടോ. ബട്ട് എങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നേരിട്ടെന്റെ എക്സ്കലേറ്റർ ഉണ്ട് എന്റെ ഹാപ്പിനെസ്സിലാണ് കേട്ടോ. അവൾക്ക് പിന്നെ മാളുകളിലും എയർപോർട്ടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ എസ്കലേറ്ററിലാണ്. ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ലുലുലിക്കായിട്ട് വന്നതല്ല കേട്ടോ. മറ്റൊരു ആവശ്യത്തിനായിട്ട് പാലക്കാട് വന്നപ്പോൾ എങ്കിൽ ഇവിടെ കൂടെ ഒന്ന് കയറിയേക്കാന്ന് വെച്ച് കയറിയതാണ്. പിന്നെ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉണ്ടാവുന്നതുകൊണ്ട് എങ്കിൽ പിന്നെ ചെറിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് കൂടെ ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ മമ്മിക്ക് ഡിന്നർ സെറ്റും ക്ലാസ്സുകളൊക്കെ മേടിക്കണമെന്നുള്ള ഓർമ്മ വന്നു. എങ്കിൽ പിന്നെ അതൊക്കെ ഇവിടെ തന്നെ മേടിച്ച് കളയാനായി. അതിനുവേണ്ടി കാര്യമായിട്ട് ഡിസൈൻസ് ഒക്കെ നോക്കി പിടിച്ചെടുക്കുന്നതാട്ടോ. നോക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് എന്തൊക്കെയോ മേടിക്കാനാണെന്ന്. എന്നാൽ എല്ലാം നോക്കിയിട്ട് ആകെ വീട്ടിലേക്കുള്ള കുറച്ച് പ്ലേറ്റ്സ് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ടോയ്സിന്റെ സെക്ഷനിൽ കൂടെ പോയപ്പോൾ നേരിട്ടിന് എല്ലാത്തിലും ഒരു കണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് എന്നാലും ആളിന്നൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഫുഡ് കോർട്ട് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും അറിയാതെ അവിടെ അങ്ങ് സ്റ്റെക്കായി പോയി. അവിടെ സ്റ്റെക്കായി നിന്നില്ലെങ്കിലേ അതിശയുള്ളൂ ഗൈസ്, ബിക്കോസ് അത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഇത്രയും ഐറ്റംസ് മുന്നിൽ കണ്ടിട്ട് എങ്ങനെ ഇതിൽ ഒന്നുപോലും മേടിക്കാതെ പോവാ. ഞങ്ങൾ എന്തായാലും അവിടെ കണ്ട കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലൂബെറി മേടിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ അങ്ങനെ ഫ്രഷ് ബ്ലൂബെറീസ് ഒന്നും പുറത്ത് മേടിക്കാൻ കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫ്രഷ് ബ്ലൂബെറീസ് കണ്ടപ്പോൾ അത് ഒരെണ്ണം എടുത്തു. നേരിട്ടാണെങ്കിൽ അറിയാതെ ആരോ ജ്യൂസ് മേടിച്ചതെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു റിയൽ ജ്യൂസ് എടുത്തെങ്കിലും അവൾക്ക് അത് വേണ്ട, വീണ്ടും കൂൾ ഡ്രിങ്ക്സ് മേടിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും അത് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ ഇപ്പം മാത്രമല്ല മാക്സിമം ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ നേരിട്ടിനെ അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ ചുമ്മാ കയറിയതാണെങ്കിലും എന്തൊക്കെയോ ഐറ്റംസ് ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസും ചെയ്തു. അതല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ് ഗൈസ്, ഒന്നും മേടിക്കാനില്ല എന്ന് വെച്ച് വന്നാലും എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടാവും. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയാണോ ഗൈസ്? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ എന്തായാലും ചുമ്മാ കയറിയതാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.